ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചിക്കൻ പെരട്ടായാലോ? ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന കാരണം നമ്മൾ നാട്ടിൽ അടുപ്പത്താണ് കുക്ക് ചെയ്യുന്നത്. എനിക്ക് അടുപ്പിലൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ അമ്മിയും അരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ വയനയില, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളും പിന്നെ 4 സവോളയാണ് നമുക്കിതിലിട്ട് മെയിനായിട്ട് വേണ്ട ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ആ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി, നമ്മുടെ ഫിംഗറിൻ്റെ ഒക്കെ ഒരു പകുതി അത്രയും ഉണ്ടാവും ഇഞ്ചിയുടെ ഒരു കഷ്ണം കേട്ടോ. അത് നമ്മൾ നീളത്തിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ എടുത്തത് 10 അല്ലി വെളുത്തുള്ളിയാണ്, ഒരു ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം, 4 ഏലയ്ക്ക, 4 ഗ്രാമ്പൂ, ഒരു വലിയ കഷ്ണം പട്ട, ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു വയനയിലയും കൂടി ഇട്ടിട്ടുണ്ട്. 4 സവോള നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അങ്ങനെ അരിയണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക്. ഇതെല്ലാം കൂടി നമുക്ക് ലാസ്റ്റ് അരയ്ക്കാനുള്ളത് കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് അരിയുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും 4 സവോള, ഒരു മീഡിയം സൈസ് 4 സവോളയാണ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായപ്പോൾ ഞാൻ സവോള അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്. ഇപ്പോൾ ഉപ്പൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റട്ടെ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലെടുത്തിട്ട് കേട്ടോ. ഇനി 1.5 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇതാ നമ്മുടെ ഉരുളിയിൽ നല്ല ചൂടാവുന്നതുകൊണ്ട് വേഗം ഉള്ളി വഴണ്ടി കിട്ടുന്നുണ്ട്. നന്നായിട്ട് നല്ല വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമുക്കൊന്ന് ചൂടാകാൻ മാറ്റി വെക്കാം കേട്ടോ. ആ പാത്രത്തിൽ നന്നായിട്ട് ഒന്നും കൂടി നന്നായി ചൂടാ. അടുപ്പ് നന്നായി കത്തുന്നുണ്ട്. പിന്നെ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. മഴ ഒന്ന് തോരുന്നു, നമ്മൾ ഡ്രസ്സ് കൊണ്ട് പുറത്തിടുന്നു, പിന്നെയും തിരിച്ചു വരും, പിന്നെയും മഴ വരുന്നു, എടുത്ത് അകത്തേക്ക് വയ്ക്കുന്നു. ഇതായിരുന്നു ഇപ്പോഴത്തെ ഒരു ചെറിയൊരു പരിപാടി. അപ്പം പക്ഷെ ആകാശം നമ്മൾ ഇരുണ്ട് കുത്തിയിട്ടൊന്നുമല്ല, നല്ല തെളിഞ്ഞ ആകാശം തന്നെയാണ് പുറത്ത് കാണുന്നതും. നമ്മുടെ ഉള്ളി ഇതാ വഴണ്ട് വരുന്നുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ്. അല്ല, ഗോൾഡൻ ബ്രൗൺ അല്ലല്ലോ, ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആകാശം കണ്ടോ, എന്തൊരു തെളിഞ്ഞ ആകാശം, മഴ ചാറുന്നുണ്ട് അവിടെ. നോക്കിയേ, നന്നായിട്ട് വഴണ്ട് നമ്മുടെ ഇതിൻ്റെ നമ്മുടെ ഉരുളിയുടെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ തീയിട്ടിരിക്കുന്നത്. ചിരട്ടയും ചകിരിയും വിറകും ഒക്കെ ഇട്ടിട്ട് അടുപ്പ് കത്തിച്ചത് കേട്ടോ. വേഗം ആവാലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി എടുത്ത് വയ്ക്കാം, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നമുക്കൊന്ന് ചൂടാറിയ ശേഷം അരയ്ക്കുക നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ ചിക്കൻ നമുക്കതിൽ ആഡ് ചെയ്തു കേട്ടോ. ഇനിയൊരു 10 മിനിറ്റ്സോളം നമ്മളതൊന്ന് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം നല്ല ചൂടുള്ള പാത്രത്തിലേക്ക് ചിക്കൻ വീഴുമ്പോൾ ആ ചിക്കൻ്റെ ഇതൊക്കെ അതിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് അപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു ഇല വെച്ച് മൂടി അടച്ച് വെക്കുക കേട്ടോ. ഇനി നമുക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാറ്റി വെച്ച ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരും. അത് നന്നായിട്ട് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പരിവൊന്നും ആവണ്ട, എന്നാൽ ചെറിയ തരിപ്പൊക്കെ ഉണ്ടായിരിക്കും, അത് കുഴപ്പമൊന്നുമില്ല. അത് രീതിയിൽ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നു. നമ്മുടെ ഇലയൊക്കെ വാടിക്കുഴഞ്ഞ് ചിക്കൻ നോക്കിയേക്ക്. ചിക്കനിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു വെള്ളം പോലും ആഡ് ചെയ്തിട്ടില്ലത്. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണത്. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മൾ ചിക്കൻ വേവുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അരപ്പിലൊന്നും കുറച്ച് ചെറിയ രീതിയിൽ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ അരപ്പ് അതിലൊഴിച്ച് നമ്മൾ ചിക്കൻ ആ അരപ്പിൽ നന്നായിട്ട് മിക്സ് ആവുന്ന വരെ ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇനി നമ്മൾ കുറച്ചൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്തു. കാരണം നമ്മൾ എല്ലാ ആൾക്കാരും കുക്ക് ചെയ്യുമ്പോൾ പാകത്തിന് ഉപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചിക്കൻ 2 കിലോനായിരിക്കും, ചിലപ്പോൾ 1 കിലോനായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇടണം എന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ എപ്പോഴും ഉപ്പിട്ട് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവനുസരിച്ചിട്ട് വീണ്ടും കുറേശ്ശെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് അത് ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നോക്കി നോക്കുക, എങ്ങനെ ഉപ്പ് പിടിക്കുന്നുണ്ടോ, പാകത്തിനുണ്ടോ ഇല്ലേ, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഉപ്പ് ആഡ് ചെയ്താൽ മതി. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഒരു സ്പൂൺ ഉപ്പ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കുറഞ്ഞ് വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല. കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. ആ പാകത്തിനാവുന്നവരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ കേട്ടോ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ചെയ്യാറ്. ഇത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നമുക്ക് നല്ല സെമി ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന്
എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കാം. പക്ഷേ എനിക്ക് ഒന്നുകൂടി ഡ്രൈ ആയിട്ട് ചിക്കൻ പെരട്ടല്ലേ നമുക്ക് വേണ്ടത്. ആ പെരട്ടിൻ്റെ പരിവം ആയിട്ടില്ല. ഇനി നമ്മൾ ചെറിയൊരു സൂത്രപ്പണിയും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു തവി അല്ലെങ്കിൽ ഒരു കയ്യിൽ നിറയെ തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളി ഇല്ലാത്തൊരു തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തൈരും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ചിക്കൻ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. തൈര് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ഒന്നും അതിൽ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയൊരു പുളിപ്പിനും പിന്നെ ചിക്കനൊരു സോഫ്റ്റ്നെസ് കിട്ടാനും കൂട്ടാണ് തൈര് ഞാൻ ആഡ് ചെയ്ത്. ഇത് നമുക്ക് ഇറക്കേണ്ട ടൈം ആയി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇറക്കാറായിരിക്കുന്നേ. നമ്മുടെ ചിക്കൻ പുരട്ട് ഇതാ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വാങ്ങി വയ്ക്കുക കേട്ടോ. അതിന് മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടി ഒന്ന് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് മാറ്റുന്നു. എന്തൊരു മണമായിരിക്കും അറിയോ. ഇതേ അപ്പു അവിടെ നിന്ന് വിളിച്ച് കൂവുകയാണ് അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളിയാണ്. ഇനി ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നല്ല ഉരുളി നല്ല ചൂടാണ് കേട്ടോ. ഞാനൊരു 2 തവി ചോറും ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ഉരുള കഴിച്ചു. പഴയകാല ഓർമ്മകളിലേക്ക് പോവാൻ. പക്ഷെ ഇതിൻ്റെ സ്വാദെന്ന് പറഞ്ഞാൽ ആ കറിക്ക് പോലും കിട്ടില്ല. അത്രയും സ്വാദാണ് കേട്ടോ. ഈ ചട്ടിയിലിട്ട് നല്ല ആവി പറക്കണ ചോറാണതേ.